ഹായ് ഫ്രണ്ട്സ്, ECPSCയിലേക്ക് സ്വാഗതം. PSC സംബന്ധമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലാസ്സാണിത്. ഇന്നത്തെ ക്ലാസ്സിൽ ഭൂമിശാസ്ത്ര സംബന്ധമായ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം, ഓറോളജിയാണ് പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം. സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഫാത്തമാണ് സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്നതിനുള്ള യൂണിറ്റ്. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന മൗസിൻഡ്രം ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലെ മൗസിൻഡ്രം എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്നത്. ഫോസിൽ മരുഭൂമി എന്നറിയപ്പെടുന്ന മരുഭൂമി കാലഹാരി മരുഭൂമിയാണ് ഫോസിൽ മരുഭൂമി എന്നറിയപ്പെടുന്നത്. ലോക സമുദ്ര ദിനം ജൂൺ 8 ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം. ഓസോൺ പാളികൾ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളികൾ കാണപ്പെടുന്നത്. ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന സമുദ്രം പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നത്. കേരള ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്ത്? ത്രിപുര സംസ്ഥാനത്താണ് കേരള ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. വെല്ലിംഗ്ടൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം വേമ്പനാട്ട് കായലിലാണ് വെല്ലിംഗ്ടൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമധ്യരേഖ 2 തവണ മുറിച്ചു കടക്കുന്ന നദി സയർ അല്ലെങ്കിൽ കോങ്കോ. ഈ നദിയാണ് ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചു കടക്കുന്നത്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം ഏഞ്ചൽ ഫാൾസ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം. ലോകത്തിലെ ഏറ്റവും പഴയ അണക്കെട്ട് ജാവ അണക്കെട്ടാണ് ലോകത്തിലെ ഏറ്റവും പഴയ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ട് ഇടുക്കി അണക്കെട്ടാണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ട്. യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് എൽബ്രൂസ് ആണ് യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഓർക്കുക, ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഗോദാവരിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. കണ്ണുനീരിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന കടലിടുക്ക് ബാബ് എൽ മാൻദേബ എന്ന കടലിടുക്കാണ് കണ്ണുനീരിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത്. കാറ്റിൽ നിന്നും ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ് കാറ്റിൽ നിന്നും ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ലോക വനവർഷമായി UN ആചരിച്ചത് ഏത് വർഷം? 2011 ലോക വനവർഷമായി UN ആചരിച്ചത്. ലോക എവറസ്റ്റ് ദിനം മെയ് 29 ലോക എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം
കൊല്ലേരു. ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികൾ അറിയപ്പെടുന്നത് കോസ്മനോട്ട്. കോസ്മനോട്ട് എന്നാണ് റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ അറിയപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളി എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളി. ദൂദ്സാഗർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? മണ്ഡോവി നദി. മണ്ഡോവി നദിയിലാണ് ദൂദ്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ഓക്സിജനാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. അഗ്നിപർവ്വതങ്ങളില്ലാത്ത വൻകര യൂറോപ്പ്. യൂറോപ്പിലാണ് അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്തത്. ഭൂകമ്പ തരംഗങ്ങളിൽ ഏറ്റവും വേഗതയേറിയ തരംഗമേത്? പി തരംഗങ്ങൾ. പി തരംഗങ്ങളാണ് ഭൂകമ്പ തരംഗങ്ങളിൽ ഏറ്റവും വേഗതയേറിയത്. പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിൽ. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ടൈറ്റൻ. ടൈറ്റൻ ആണ് ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി. സെലനോളജിയാണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം. ചൊവ്വാഗ്രഹത്തിൻ്റെ ചുവപ്പ് നിറത്തിനു കാരണം ഇരുമ്പയിര്. ഇരുമ്പയിര് ധാരാളമുള്ളത് കൊണ്ടാണ് ചൊവ്വാഗ്രഹത്തിന് ചുവപ്പ് നിറത്തിന് കാരണം. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും മധ്യേയുള്ള കടലിടുക്ക് പാക് കടലിടുക്ക്. പാക് കടലിടുക്കാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും മധ്യേയുള്ള കടലിടുക്ക്. എറിത്രിയൻ കടൽ എന്ന് അറിയപ്പെട്ടിരുന്നത് ചെങ്കടൽ. ചെങ്കടലിനെയാണ് എറിത്രിയൻ കടൽ എന്നറിയപ്പെട്ടിരുന്നത്. ഭൂമിയെ എത്ര സമയമേഖലകളായി വിഭജിച്ചിട്ടുണ്ട്? 24 സമയമേഖലകളാണ് ഉള്ളത്. സലാൽ പ്രൊജക്റ്റ് എവിടെയാണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് സലാൽ പ്രൊജക്റ്റ് ഉള്ളത്. സത്പുര വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് സത്പുര വന്യജീവി സങ്കേതമുള്ളത്. ലക്നൗ ഏത് നദിയുടെ തീരത്താണ്? ലക്നൗ നദിയുടെ തീരത്ത് തന്നെ. ലോകത്തിൻ്റെ അപ്പത്തൊട്ടി എന്നറിയപ്പെടുന്ന പുൽമേട് പ്രയറീസ്. പ്രയറീസ് ആണ് ലോകത്തിൻ്റെ അപ്പത്തൊട്ടി എന്നറിയപ്പെടുന്ന പുൽമേട്. കമ്മ്യൂണിസം കൊടുമുടി ഏത് രാജ്യത്താണ്? തജിക്കിസ്ഥാൻ. തജിക്കിസ്ഥാനിലാണ് കമ്മ്യൂണിസം കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. തോറ ബോറ ഗുഹകൾ ഏതു രാജ്യത്താണ്? അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലാണ് തോറ ബോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. നദികളില്ലാത്ത ഭൂഖണ്ഡം അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിലാണ് നദികളില്ലാത്തത്. മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഹുയാങ്ഹോ. ചൈനയിലെ ഹുയാങ്ഹോ നദിയാണ് മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദി യമുന. യമുന നദിയാണ് പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്നത്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ബാരോമീറ്ററാണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ. ചൊവ്വ ഗ്രഹമാണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്.
ആ ചുവപ്പ് നിറത്തിനുള്ള കാരണം ഇരുമ്പയിരുള്ളത് കൊണ്ടാണ്. വടക്കേ അമേരിക്കയെയും തെക്കേ അമേരിക്കയെയും വേർതിരിക്കുന്ന കടൽ പനാമ കടലാണ് വടക്കേ അമേരിക്കയെയും തെക്കേ അമേരിക്കയെയും വേർതിരിക്കുന്നത്. കേരളത്തിൽ എത്ര വനം ഡിവിഷനുകളുണ്ട്? 36. കേരളത്തിൽ 36 വനം ഡിവിഷനുകളാണുള്ളത്. ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡാണ് ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി. ഓർക്കുക, ദക്ഷിണ ഗംഗ കാവേരി, അതുപോലെ വൃദ്ധഗംഗ ഗോദാവരി. സാൾട്ട് റിവർ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? ലൂണി നദിയാണ് സാൾട്ട് റിവർ എന്നറിയപ്പെടുന്നത്. ഏറ്റവും ചെറിയ റിപ്പബ്ലിക് നൗറു. ലോകത്ത് ഏറ്റവും അധികം രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഡാന്യൂബ് നദിയാണ് ലോകത്ത് ഏറ്റവും അധികം രാജ്യങ്ങളിലൂടെ ഒഴുകുന്നത് നദി. അൽമാട്ടി ഡാം ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ് അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യം കാനഡ. അപ്പോൾ കാനഡയാണ് തടാകങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലാപ്പസ് ഏത് രാജ്യത്താണ്? ബൊളീവിയയിലാണ് ലോകത്ത് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലാപ്പസ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ബെയ്ക്കൽ തടാകം ഏത് രാജ്യത്താണ്? റഷ്യയിലാണ് ബെയ്ക്കൽ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കുന്ന വാതകം ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC. ഇതാണ് ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കുന്ന വാതകം. മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണുന്ന നിറം ചുവപ്പ്. വിബ്ജിയോർ എന്നോർക്കുക. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വിബ്ജിയോർ. ഏറ്റവും പുറത്തുള്ളത് റെഡ്. ഏറ്റവും വലിയ കരബന്ധിത രാജ്യം കസാക്കിസ്ഥാനാണ് ഏറ്റവും വലിയ കരബന്ധിത രാജ്യം. ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപാണ് ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യം. വിമാനങ്ങൾ പറക്കാൻ യോജിച്ച മേഖല സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ് വിമാനങ്ങൾ പറക്കുന്നത്. ഏറ്റവും വലിയ ഗൾഫ് രാജ്യം സൗദി അറേബ്യയാണ് ഏറ്റവും വലിയ ഗൾഫ് രാജ്യം. അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പാളി എക്സോസ്ഫിയറാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പാളി. ഭൂമിയിലെ താപനില താഴാതെ പിടിച്ചു നിർത്തുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. ഭൂമിയിലെ താപനില താഴാതെ പിടിച്ചു നിർത്തുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ഉയർന്ന താപനിലയുള്ള അന്തരീക്ഷ പാളി തെർമോസ്ഫിയർ. ഉയർന്ന താപനിലയുള്ള അന്തരീക്ഷ പാളി തെർമോസ്ഫിയർ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. ഓർക്കുക, ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. ഡാന്യൂബ് നദി എത്ര രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു? 4 രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ഡാന്യൂബ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിക്കാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത്.
മാർബിൾ ഏത് തരം ശിലയാണ്? കായാന്തരിത ശില. കായാന്തരിത ശിലയാണ് മാർബിൾ. തുല്യ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഐസോതേർമ്സ്. ഓർക്കുക, തുല്യ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോതേർമ്സ്. കാറ്റിൻ്റെ വേഗത അളക്കാനുള്ള ഉപകരണം അനിമോമീറ്റർ. അനിമോമീറ്ററാണ് കാറ്റിൻ്റെ വേഗത അളക്കാനുള്ള ഉപകരണം. പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ദ്വീപ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ദ്വീപ്. അടിസ്ഥാന ശില എന്നറിയപ്പെടുന്ന ശില ആഗ്നേയശില. അടിസ്ഥാന ശില ആഗ്നേയശില. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം നടന്നിട്ടുള്ള അല്ലെങ്കിൽ മലിനീകരണത്തിന് വിധേയമായിട്ടുള്ള നദി യമുന നദി. ഇന്ത്യയിൽ ഏറ്റവും അധികം മലിനീകരണം നടക്കുന്ന നദി യമുന. പെട്രോളജി എന്തിനെക്കുറിച്ചുള്ള പഠനം? ശിലകളെക്കുറിച്ചുള്ള പഠനമാണ് പെട്രോളജി. ഇന്ത്യയിൽ ഭൂഗർഭജലം ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഭൂഗർഭജലം ഉപയോഗിക്കുന്ന സംസ്ഥാനം. ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യം കാനഡ. കാനഡയാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യം. ജൂനിയർ അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യവും കാനഡയാണ്. ഓർക്കുക, ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യം, അതുപോലെ ജൂനിയർ അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യം എല്ലാം കാനഡയാണ്. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന മണ്ണ്, കരിമണ്ണിനെയാണ് റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത്. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ്. ഫിൻലാൻഡിനെയാണ് 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. പേരാർ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് പേരാർ എന്നറിയപ്പെടുന്നത്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ രണ്ടാമത്തെ ഗ്രഹം യുറാനസ്. യുറാനസ് ആണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ രണ്ടാമത്തെ ഗ്രഹം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉള്ള ഭൂഖണ്ഡം ആഫ്രിക്ക. ആഫ്രിക്ക ഭൂഖണ്ഡത്തിലാണ് ഏറ്റവും അധികം രാജ്യങ്ങളുള്ളത്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല കണ്ണൂർ. കണ്ണൂരാണ് കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. പാലക്കാടാണ് സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. വിയന്ന ഏത് നദിയുടെ തീരത്താണ്? ഡാന്യൂബ്. ഡാന്യൂബ് നദിയുടെ തീരത്താണ് വിയന്ന സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള സംസ്ഥാനം. ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷയുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ ഉള്ളത്. കേരളത്തിൽ ചന്ദനക്കാടുള്ള പ്രദേശം മറയൂർ. മറയൂറാണ് കേരളത്തിൽ ചന്ദനക്കാട് ഉള്ളത്.